ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എൻ്റെ വൈഫിൻ്റെ സിസ്റ്ററിന് ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കമ്പനിയുടെ പേര് ഗ്രീൻ വേൾഡ് ടൂറിസം ആൻഡ് സ്റ്റഡി അബ്രോഡ്. ഗ്രീൻ വേൾഡ് ടൂറിസം എന്ന് പറഞ്ഞ് അവൾക്കൊരു 10-18 വർഷമായിട്ട് അവൾ എറണാകുളത്ത് ആ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളുടെ ബിൽഡിങ്ങിൽ പാലാരോടത്ത് കളവത്ത് റോട്ടിൽ അവൾ സ്റ്റാർട്ട് ചെയ്യാണ്. ശനിയാഴ്ച അതിൻ്റെ ഉദ്ഘാടന കർമ്മം വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ഓഫീസ് തുടങ്ങിയിരിക്കുന്നത് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ്. ഗ്രീൻ വേൾഡ് ടൂറിസം ആൻഡ് സ്റ്റഡി അബ്രോഡ്. ഇത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഞാൻ വീഡിയോ എടുത്താണ്. ആ ഫസ്റ്റ് ഫ്ലോറിൽ നേരത്തെ വൈഫിൻ്റെ കുറച്ച് ഓർക്കിഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ വ്യൂവും കൂടെ കിട്ടാൻ വേണ്ടി അതിനനുസരിച്ചിട്ട് വീഡിയോ എടുത്ത്. അതിൽ കൂടെ ഒരു എൻട്രൻസ് ഉണ്ട്, ഔട്ട് സൈഡിൽ കൂടെ സ്റ്റെയർ കേസും ഉണ്ട്, എൻട്രൻസും ഉണ്ട്. അപ്പോൾ ഞാനത് അവിടെ വരച്ചിരിക്കുന്ന മൊണാലിസയും ശ്രീനിവാസനൊക്കെയാണ്. അതൊക്കെ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഡോർ തുറന്ന് കയറുമ്പോൾ ഒരു കോറിഡോറാണ് ഫസ്റ്റിൽ. അത് കഴിഞ്ഞ് നമ്മളുടെ ഓഫീസിലേക്കുള്ള മെയിൻ എൻട്രൻസാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന റൂമാണ് ഇപ്പോൾ ഈ ഞാൻ ഈ തുറന്ന അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഞങ്ങളുടെ വീടായതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബാക്കിയുള്ള മറ്റുള്ള ഓഫീസിനുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമുക്ക് എപ്പോഴും ആളുണ്ടാവും, എപ്പോൾ വിളിച്ചാലും നമ്മൾ അവൈലബിളും ആയിരിക്കും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈ ഓഫീസ്. താഴെ കുടുംബാംഗങ്ങളും അച്ഛനും എല്ലാവരും താഴത്തെ ഫ്ലോറിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സമയമാകുമ്പോൾ മുകളിലേക്ക് കയറി വരാനല്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞിരിക്കണതാണ് അവിടെ. ആൻറ്റിമാരെല്ലാവരും ഉണ്ട്. കൂട്ടത്തിൽ നടുക്കായിട്ട് നമ്മുടെ ഗ്രേസി അമ്മച്ചുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ അപ്പച്ചൻ്റെ ചേട്ടനാണ്, ഫ്രാൻസിസ്, ടി.എസ്. ഫ്രാൻസിസ്. ഞാൻ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം ചെയ്യാൻ വിളിച്ചത്. അത് പുള്ളി ഞങ്ങളുടെ ഒരു ഓക്സിജൻ പോലെയാണ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും പുള്ളിയുടെ ഒരു പ്രസൻസ് എപ്പോഴും ഉണ്ടായിരിക്കും. ഇതാണ് വൈഫിൻ്റെ അനിയത്തി ലിഷ. അപ്പോൾ അവളും കൂടെ വന്നു. എല്ലാവരും കൂടി അച്ഛൻ പ്രാർത്ഥന ഒത്തൊരുമിച്ച് അങ്ങോട്ട് ചൊല്ലിത്തുടങ്ങി. അപ്പോൾ അനിമാരെല്ലാവരും പറ്റാവുന്ന ആ ഏരിയയിൽ കുറച്ച് കൺജസ്റ്റഡാണ്, എങ്കിലും എല്ലാവരും കൂടെ സഹകരിച്ച് കൂടി നിന്ന് അച്ഛൻ പ്രാരംഭ പ്രാർത്ഥന നടത്തി. അതിന് ശേഷം അങ്കിളിനെ വിളിച്ചു നാട മുറിക്കാനായിട്ട്, റിബൺ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കത്രിക ലിഷ കൊടുത്തു. അദ്ദേഹം മുന്നോട്ട് നടന്നു വന്നിട്ട് ആ കർമ്മം കട്ട് ചെയ്തു. അതിനുശേഷം ഓരോരുത്തരായി അകത്തേക്ക് ഓഫീസിനകത്തേക്ക് കടന്ന് അച്ഛന് അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പോടുകൂടി അകത്തേക്ക് കടന്നു. പറ്റാവുന്നത്ര ആൾക്കാർ റൂമിലേക്ക് കടന്നു നിന്നു. അച്ഛനും കയറി പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സഹോദരരെ, പെന്തക്കോസ്ത മഹോത്സവത്തിന് വേണ്ടി നാം ഒരുങ്ങുന്ന ദിനത്തിന്റെ തലേനാളാണ്. ഈ സംരംഭിക്കുകയില്ല എന്ന് അരുൾ ചെയ്യുന്ന യേശുനാഥൻ ഈ മക്കളുടെ പാദങ്ങളെയും വഴി അങ്ങയുടെ ആത്മാവിന്റെ കൃപയാലും അങ്ങേ മാലാഖമാരുടെ സംരക്ഷണത്താലും നിരന്തരം കാത്തുകൊള്ളണമേ. അച്ഛൻ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. കുറച്ച് നേരം ഞങ്ങളോടുകൂടി, കുടുംബാംഗങ്ങളോടുകൂടി, അങ്കിളിനോടുകൂടി, ആൻറ്റിയോടുകൂടിയൊക്കെ എല്ലാവരോടും കൂടി കുറച്ച് നേരം ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു, സംസാരിച്ചു, സന്തോഷിച്ചു. പിന്നെ അതൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ 2022 വയ്യാതെ കിടന്ന സമയത്തും വീട്ടുകാർ പോയിട്ട് ഈ അച്ഛനെയാണ് കൊണ്ടുവന്നത്. എന്നിട്ട് എനിക്ക് രോഗീ ലേപനം അഥവാ അന്ത്യകുദാശ തന്നത് ഈ അച്ഛൻ തന്നെയാണ്. ജോൺസൺ ഡിക്കുഞ്ഞാണ്. അത് വലിയൊരു അത്ഭുതമായി പോയി ഞങ്ങൾക്ക്. അതിനുശേഷം കാണാൻ പറ്റിയതാണ് അച്ഛനിപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ലിഷയുടെ മകള് തന്നെ കൽക്കണ്ടവും മുന്തിരിയും എല്ലാവർക്കും കൊടുത്തു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞാൽ. അപ്പോൾ അങ്കിളുമൊക്കെ കുറച്ച് നേരം ഒന്ന് ആ കസേരയിലിരുന്ന് റെസ്റ്റ് എടുത്തു. അച്ഛനും ഇതേപോലെ ഈ നമ്മളുടെ ഇവിടുത്തെ ഉദ്ഘാടനം പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് അച്ഛനും പോകേണ്ടതുണ്ടായിരുന്നു.
അപ്പോൾ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ സംസാരിച്ചു. അതിനുശേഷം അച്ഛൻ മറ്റെന്താ ആവശ്യത്തിനായിട്ട് പോകേണ്ടതുള്ളത് കൊണ്ടിട്ട് അപ്പോൾ ഞങ്ങളോടെല്ലാം അച്ഛൻ ബൈ ബൈ പറഞ്ഞ് അപ്പോൾ കാറ് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറി അച്ഛൻ യാത്രയായി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ബൈ.